എല്ലാവർക്കും റൂട്ട്സ് സെഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല മഴയാണ് എല്ലായിടത്തും തന്നെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ മഴ എല്ലായിടത്തും ലഭിക്കുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട്. കുറച്ച് നാളായിട്ട് നമ്മുടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് വളരെ തീരെ കുറവായിട്ടാണ് മഴ നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് പുതിയ വേരുകൾ ഉണ്ടാകുന്ന കാര്യത്തിലാണെങ്കിലും ചെറിയ ചെറിയ കേടുപാടുകൾ നല്ലപോലെ കാണുന്നുണ്ടായിരുന്നു. സെറ്റിങ്സ് പ്രോപ്പറായിട്ടല്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ മഴ എല്ലായിടത്തും തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എല്ലാ തോട്ടങ്ങളിലും കൊത്തഴുകലിൻ്റെ സിംറ്റംസ് നല്ലപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ചില തോട്ടങ്ങളിൽ വളരെ സിവിയറായിട്ട് തന്നെ നമ്മുടെ കൊത്തഴുകൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല പുതിയ ചിമ്പുകൾ അഴുകി പോകുന്ന പ്രശ്നം, തട്ട മറിയുന്ന പ്രശ്നം ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് നമ്മുടെ കൊത്തഴുകലും ചിമ്പഴുകൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് കൺട്രോൾ മെഷർ ചെയ്യേണ്ടതാണ്. ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മരുന്ന് സ്പ്രേ ആയിട്ട്, അല്ലെങ്കിൽ മഴയാണെങ്കിൽ നമുക്കൊരു സ്പോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന രീതിക്കുള്ള റെക്കമെൻഡേഷൻസ് ഞാൻ ഇനി നമ്മുടെ വരുന്ന പാർട്ടിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതിൽ കൊത്തലയിലുള്ള തോട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചെടി ഒന്ന് ഹൈജീൻ ആക്കി വെക്കാനുള്ളതാണ്. അതായത് ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. അകത്ത് നല്ലപോലെ തന്നെ ചപ്പ് കാണുന്നുണ്ടെങ്കിൽ ആ ചപ്പൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ആക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഴയ ശരങ്ങൾ കാണുന്ന ചെടികളൊക്കെ ആണെങ്കിൽ, ഇനിയിപ്പം നമ്മുടെ അഴുകൽ കാണാത്ത ചെടികളിലാണെങ്കിൽ പോലും നമ്മൾ കവാത്തൊക്കെ എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പഴയ ശരങ്ങൾ ചെത്തി മാറ്റുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചപ്പ് കണ്ടമാനം കൂടിക്കിടക്കുന്ന കാര്യങ്ങൾ അത് നോക്കുക. കാനകളൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്രമല്ല ഷെയ്ഡ് ഇറക്കുന്ന കാര്യം, മഴ ആയതുകൊണ്ട് തന്നെ ഷെയ്ഡ് ഇറക്കുന്നത് കുറച്ച് പാടാണ്. എങ്കിലും കഴിയുന്നത് പോലെ ഒരു 20 അടി താഴെയുള്ള ഷെയ്ഡ് നല്ലപോലെ തന്നെ ഇറക്കി വിടുവാണെങ്കിൽ അത്യാവശ്യം അടഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. അഴുകലിൽ നമുക്ക് അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം തെളിച്ചം കിട്ടുമ്പോഴത്തേക്കാണ്. അപ്പോൾ ഇപ്പോൾ തോട്ടങ്ങളിൽ കൊത്തഴുകൽ അല്ലെങ്കിൽ നമ്മുടെ ചിമ്പഴുകൽ സിവിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ മഴയത്ത് ഒരു സ്പോട്ട് ആപ്ലിക്കേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ കൊടുക്കാൻ പറ്റിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുമ്മായം അതൊരു 2 കിലോ, അതിൻ്റെ കൂടെ COC 200 ഗ്രാം, മെറ്റലാക്സൈൽ 100 ഗ്രാം എന്നുള്ള കണക്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുമ്മായം 5 കിലോ, COC അര കിലോ, മെറ്റലാക്സൈൽ 250 ഗ്രാം എന്നുള്ള കണക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും കൂട്ടി നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പം ചെടിയുടെ എണ്ണം അനുസരിച്ച് വേണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കൂട്ടി മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, നമ്മൾ തീർച്ചയായിട്ടും കൈവച്ച് തന്നെ നല്ലപോലെ തിരുമി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു ചെടിക്ക് ഒരു 150 ഗ്രാം എന്നുള്ള കണക്കിൽ, അതായത് അഴുകൽ കാണുന്ന ചെടിക്ക് ഒരു 150 ഗ്രാം വരത്തക്ക രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു പിടി എന്നുള്ള കണക്ക് വേണമെങ്കിൽ നമുക്ക് കൂട്ടാവുന്നതാണ്. നല്ലപോലെ തന്നെ അഴുകൽ കാണുന്ന ഭാഗത്താണെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ തെളിച്ചമൊക്കെ കിട്ടുവാണ്, മഴ ഒന്ന് കുറഞ്ഞ് നിൽക്കുവാണ്, തോട്ടത്തിൽ നല്ലപോലെ അഴുകൽ എല്ലായിടത്തും തന്നെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സ്പ്രേയിങ് ഷെഡ്യൂൾ കൊടുക്കേണ്ടതാണ്. അപ്പം നിലവിൽ കുറേ മരുന്നുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കതിൽ അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവായിട്ടും നല്ല കൺട്രോൾ കിട്ടുന്ന ഒരു മരുന്ന് എന്ന് പറയുന്നത് ഒരു കരയാവുന്ന മരുന്ന് തന്നെയാണ്. COC അതൊരു 400 ഗ്രാം, പിന്നെ മെറ്റലാക്സൈൽ അതൊരു 200 ഗ്രാം, പിന്നെ സഞ്ചാർ 40 പൊട്ടാഷ്യം ഫോസ്ഫനേറ്റ് അതൊരു 400 മില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ചോട്ടിൽ കൊടുക്കുക. അതായത് ചരം കുളിപ്പിച്ച് ചോട് കുളിപ്പിച്ച് നല്ലപോലെ മണ്ണിലും കൂടെ ഒന്ന് കാണിച്ച് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു 4 മുതൽ 5 ലിറ്റർ വരെ ഒരു ചെടിക്ക് കിട്ടുന്ന രീതിക്ക് ഒന്ന് കാണിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം അഴുകലിന് നല്ല കൺട്രോളാണ്. അപ്പോൾ മിക്കവാറും കർഷകർ സംശയമാണ്, മെറ്റലാക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് കണ്ടമാനം അറസ്റ്റായി പോവോ, അല്ലെങ്കിൽ കായ്ക്കുന്നത് നിന്ന് പോകുന്ന സംശയങ്ങളൊക്കെ. നമുക്കറിയാം, നമ്മുടെ ഈ അഴുകൽ കോസ് ചെയ്യുന്ന ഫംഗലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഊമൈസിഡ് ഗ്രൂപ്പിൽപ്പെട്ട ഫംഗലുകളാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് ഫംഗലുകൾക്ക് നമ്മൾ നല്ലൊരു ഫംഗിസൈഡ് കൊടുത്തില്ലെങ്കിൽ കൺട്രോൾ കിട്ടുന്നത് കുറച്ച് പാടാണ്. ഇപ്പോൾ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതിൽ അതിൽ ഏറ്റവും നല്ലൊരു കൺട്രോൾ തരുന്നൊരു മരുന്ന് പറയുന്നത് മെറ്റലാക്സൈൽ തന്നെയാണ്. അത് നമ്മൾ ഏത് ഫംഗിസൈഡ് കൊടുത്തെന്ന് പറഞ്ഞാലും ചെടികൾക്ക് ചെറിയൊരു മടുപ്പ് കാണിക്കും. മെറ്റലാക്സൈൽ കുറച്ചുകൂടെ കട്ടിയുള്ളത് കൊണ്ട് ചെറിയ രീതിയിലുള്ള മടുപ്പ് തീർച്ചയായിട്ടും തന്നെ കാണിക്കും. പക്ഷെ ഒരിക്കലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ മടുപ്പ് നിൽക്കത്തില്ല. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റലാക്സൈലിൻ്റെ കൂടെ നമ്മൾ പൊട്ടാഷ്യം സോൾട്ട് ഫോസ്ഫോണിക് ആസിഡ്, അതായത് സഞ്ചാർ 40 നമ്മൾ കൊടുക്കുന്നുണ്ട്. സഞ്ചാർ 40 ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതൊരു ഫംഗിസൈഡാണ്, അതേപോലെ തന്നെ ഒരു പ്ലാന്റ് ബൂസ്റ്ററുമാണ്. അപ്പോൾ ഈ 2 രീതിക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ മടുപ്പില്ലാതെ നമുക്ക് നമ്മുടെ ചെടികളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ചെടിയുടെ മടുപ്പ് വന്നെങ്കിലേ ഉള്ളൂ നമ്മുടെ മണ്ണിലുള്ള ഫംഗലുകൾ, അതായത് നമ്മുടെ ഊമൈസി ഗ്രൂപ്പിൽപ്പെട്ട ഫംഗലുകൾ നല്ല പോലെ ഒന്ന് അറസ്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. പിന്നീട് നമ്മൾ അത്യാവശ്യം ക്ലൈമറ്റ് നോർമൽ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികൾ നോർമലായിട്ട് തന്നെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും കായ്ക്കാതിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ചെടികളിൽ കാണിക്കത്തില്ല. ഇനിയിപ്പോൾ മെറ്റലാക്സൈൽ കൊടുക്കാൻ തീരെ ബുദ്ധിമുട്ടുള്ളവരാണ്, അല്ലെങ്കിൽ കൊടുക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയൊരു മരുന്നെന്ന് പറയുന്നത് നമ്മുടെ ഡൈമത്തോമോർഫ്, അതായത് നമ്മുടെ BASFൻ്റെ ആക്രോബൈറ്റ് എന്ന് പറയുന്ന കെമിക്കൽ. അത്യാവശ്യം കൺട്രോളൊക്കെ ഉണ്ട്. നമ്മുടെ കൊത്തഴുകലിനൊക്കെ അത്യാവശ്യം നമുക്ക് കൺട്രോൾ വരുന്നൊരു കോമ്പിനേഷനാണ്. പക്ഷേ വളരെ സിവിയർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പിനേഷൻ തന്നെയാണ് ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പം ഡൈമത്തോമോർഫ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 300 ഗ്രാം COC
അതിൻ്റെ കൂടെ ഡൈമത്തോമോർഫ് അതായത് ആക്രോബാറ്റ് ഒരു 200 ഗ്രാമും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പോലെ നമ്മുടെ ചുവട് നനച്ച് സ്പ്രേ കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ അഴുകൽ രോഗത്തിന് നല്ല കൺട്രോളാണ്. അതായത് ശരം കുളിപ്പിച്ച് കിഴങ്ങ് കുളിപ്പിച്ച് ചുവട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഊമശി ഗ്രൂപ്പിൽപ്പെട്ട ഫംഗലുകൾക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ കൺട്രോൾ തരുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നിലവിലെ മാർക്കറ്റിൽ നിറയെ മരുന്നുകൾ അവൈലബിൾ ആണ്, ഫംഗിസൈഡുകൾ. പക്ഷേ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ ഊമശി ഗ്രൂപ്പിൽപ്പെട്ട ഫംഗലുകൾക്ക് വേണ്ട മരുന്നുകൾ വേണം നമ്മൾ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പം അതിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പല മരുന്നുകളുണ്ടെങ്കിൽ പോലും നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുക. കാരണം നല്ലൊരു കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചെടികൾ പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നൊരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ പോലെ സിവിയറായിട്ട് നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കാലം നമുക്ക് അധികമായിട്ട് മഴ ലഭിച്ചപ്പോഴത്തേക്കാണ് അഴുകൽ കണ്ടുവന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ ക്ലൈമറ്റിൽ നമുക്ക് അധികം മഴയൊന്നും ലഭിച്ചിട്ടില്ല. ഒരു 1-2 മഴയ്ക്ക് ഇത്ര അഴുകൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഴ കൂടിക്കഴിഞ്ഞാൽ വളരെ സിവിയറായിട്ട് തന്നെ അഴുകൽ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു കൺട്രോൾ മെഷർ തന്നെ അതിനുവേണ്ടി സ്വീകരിക്കേണ്ടതാണ്. അത് നമുക്കൊരു ഭയവും വിചാരിക്കേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് കാലാവസ്ഥ അനുസരിച്ച് നിങ്ങളുടെ തോട്ടങ്ങളിൽ ട്രൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും സംശയങ്ങളുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്തുകൊള്ളുക. അഭിപ്രായങ്ങളുള്ളവരും താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിക്കൊള്ളുക. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.